അങ്ങനെ ഫൈനലി നമ്മുടെ എക്സാംസ് ഈ വർഷത്തേക്കുള്ള ഫുൾ എക്സാംസ് കഴിഞ്ഞു. എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ എക്സ്പീരിയൻസ്? ആ ഇമോഷൻ അല്ലേ, ആ ബാങ്ക് അക്കൗണ്ട് വീട്ടിൽ വെക്കുന്ന 2 മാസത്തേക്ക് നോക്കണ്ട, ആ ഇമോഷൻ ഒന്ന് കമന്റ്, എങ്ങനെയാണ് നിങ്ങളുടെ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നതെന്ന്. ഓക്കെ, മാത്രമല്ല നമ്മൾ ഇവിടെ വെച്ചിട്ട് ബൈ ബൈ പറയാണ്. ഈ ഒരു വർഷത്തേക്ക് മാത്രം, ഈ ഒരു ചാനലിലേക്ക് മാത്രം. ഇനി നമ്മൾ എന്തായാലും അടുത്ത വർഷം നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്, കുറേ പഠിക്കാനുണ്ട്. നമ്മുടെ ബാച്ചിലും യൂട്യൂബിലും ഒക്കെ കുറേ നിങ്ങൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ തിരിച്ചു വരുന്നതായിരിക്കും. പക്ഷേ ആസ് ഓഫ് നൗ ഇറ്റ് ഈസ് ഒഫീഷ്യലി ബൈ ബൈ. എല്ലാവരും വെക്കേഷനൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്യാം. ഈ ചാനലിൽ വരുന്ന വീഡിയോസ് ഒക്കെ തീർച്ചയായിട്ടും കാണാം. നെക്സ്റ്റ് ഇയറിലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ ആ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ഇയർ പൊളിക്കാം. ആകെ ഒരു കാര്യം നിങ്ങളിപ്പോൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യേണ്ടത്, ഓവറോൾ നിങ്ങൾക്ക് എക്സാമിനറിന്റെ അടുത്ത് നിന്നുള്ള എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു, ഞങ്ങളെ കൊണ്ട്, നമ്മുടെ ടീച്ചേഴ്സിനെ കൊണ്ട് നിങ്ങൾക്ക് എന്താണ് ഗുണം ഉണ്ടായത്, നമ്മുടെ ക്ലാസ്സസ് കണ്ടതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഗുണം, ഒരു 5 മാർക്കിൻ്റെ 10 മാർക്കിൻ്റെങ്കിലും ഒരു ഗുണം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അത് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യണം. എല്ലാവരും നിങ്ങൾ അതൊന്ന് ചെയ്യാം. ഓക്കെ, പിന്നെ മക്കളെ വെക്കേഷൻ എൻജോയ് ചെയ്യണം. ഞങ്ങൾ പറയില്ല നിങ്ങൾ പോയിട്ട് എന്താ അത് ഇത് പഠിക്കുക, അടുത്ത ക്ലാസ് അങ്ങനെയൊന്നും ചെയ്യണ്ട. നിങ്ങൾ എൻജോയ് ചെയ്യുക, റിലാക്സ് ചെയ്യുക. നിങ്ങളൊരു 10 മാസം ഇരുന്ന് കഷ്ടപ്പെട്ട് സ്കൂളിൽ പോയി നിങ്ങളുടെ ഡ്യൂട്ടി ഒക്കെ ചെയ്തു. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ എൻജോയ് ചെയ്യുക. ആൻഡ് എൻജോയ്മെന്റ് കൂടെ ഇടയ്ക്കൊക്കെ ഒരു പ്രൊഡക്റ്റീവ് കാര്യം എന്ന് പറയുമ്പോൾ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ പാട്ടോ ഡാൻസോ സ്പോർട്സോ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റീവ് ആക്ടിവിറ്റി. ഓക്കെ, നിങ്ങൾക്ക് വെക്കേഷൻ കഴിഞ്ഞിട്ട് നിങ്ങളോട് ചോദിക്കുക എന്തൊക്കെ ചെയ്ത് വെക്കേഷനിൽ, ഒന്നും ചെയ്തില്ല എന്ന് പറയുന്നത് കാണുന്നത് ഒരു കാര്യം, അതെങ്കിലും നിങ്ങൾ ഫോക്കസ് ചെയ്യും. മൾട്ടിപ്പിൾ ഉണ്ട് നല്ല കാര്യം, അതെങ്കിലും നിങ്ങൾ ചെയ്യാം. ബാക്കി എൻജോയ് ചെയ്ത് അടിച്ചു വിളിച്ചു. ഓക്കെ, പിന്നെ മറ്റൊരു കാര്യം, ഒരൊറ്റ റിക്വസ്റ്റ് എനിക്ക് പറയാനുള്ളൂ. നെക്സ്റ്റ് ഇയറിലേക്ക് നിങ്ങൾ വരുന്ന സമയത്ത്, ഈ വർഷം നിങ്ങൾക്ക് അറിയാം യൂട്യൂബിലെ അവസാനത്തെ ക്ലാസ് കണ്ടത് വെച്ച് അത് മാത്രം പഠിച്ച് ഒരു വർഷം നിങ്ങൾക്ക് ഡീസൻ്റ് ആയിട്ടുള്ള മാർക്സ് നിങ്ങൾക്ക് വാങ്ങിച്ചെടുക്കാൻ പറ്റിയിട്ടുണ്ടാവും. പക്ഷെ അടുത്ത വർഷം അങ്ങനെയാണെന്ന് വിചാരിക്കരുത്. സിലബസ് ടഫായിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത വർഷം കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനുണ്ടാവും, കൂടുതൽ ടഫായിട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം നേരത്തെ ഡെയിലി ഉള്ളൊരു പഠനം വെച്ചിട്ട് നടക്കുള്ളൂ കേട്ടോ. അവസാനമുള്ള പഠനം വെച്ച് നടക്കില്ല. നിങ്ങളൊരു കാര്യം ചെയ്തപ്പോൾ നിങ്ങളുടെ സീനിയേഴ്സിന്റെ യൂട്യൂബ് ചാനലിൽ, ഓക്കെ, നിങ്ങൾ 8ാണോ 9ാം ക്ലാസ്സിന്റെ ആൻസർ കീ പോയി നോക്കി നോക്കി. ഓക്കെ, അപ്പോൾ നമ്മളെല്ലാത്തിനും ആൻസർ കീ വിത്ത് പ്രൂഫ് അലക്സ് സാറും മൻ സാറും എക്സാമിനർ ടീം പഠിപ്പിച്ചത് കഴിഞ്ഞ ദിവസങ്ങളിൽ പഠിപ്പിച്ച് വിത്ത് ആൻസർ കീ ആൻഡ് നമ്മുടെ സ്ക്രീൻഷോട്ട് വെച്ചിട്ട് കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും എല്ലാം പഠിച്ചു, എല്ലാം ഉണ്ടാവും. 95%-നെക്കാട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ അതിൽ പഠിപ്പിച്ചിട്ടുണ്ടാവും. പക്ഷേ കുട്ടികൾ പറയുന്നത് എന്താ, മറന്നുപോയി, എക്സാം ഹോളിൽ നിന്ന് കിട്ടിയില്ല, അങ്ങനെയാണ് പറയുന്നത്. ഓക്കെ, ഒരിക്കലും പഠിപ്പിച്ചിട്ടില്ല അല്ലെ പഠിച്ചിട്ടില്ല എന്നല്ല, പഠിച്ചിട്ടുണ്ടാവും എക്സാമിന് തലേന്ന്. പക്ഷേ അത് ഓർത്തെടുക്കാൻ പണിയാണ്. കാരണം അടുത്ത വർഷം ആകുമ്പോൾ കുറേ സിലബസ് ടഫാണ്, എക്സാം പോലെ പാറ്റേൺ ടഫാവും. 2 ദിവസം കൊണ്ട് തട്ടിമുട്ടി പഠിച്ചിട്ട് എക്സാം ഹോളിൽ ഓർത്തെടുക്കാൻ പറ്റൂല ഈ വർഷം പോലെ. സോ ആകെയുള്ള റിക്വസ്റ്റ് എന്താണ്, ആദ്യം മുതൽ ഞങ്ങളുണ്ടോ തന്നെ പഠിക്കാനില്ല, നമ്മുടെ കൂടെ ആദ്യം മുതൽ കുറച്ചെങ്കിലും ട്രൈ ചെയ്യാം. ഓക്കെ, അപ്പം അതൊക്കെ ചെയ്യാനുള്ള ബെസ്റ്റ് സ്ഥലം നമ്മുടെ എക്സാമിനറിന്റെ ബാച്ച് തന്നെയാണ്. കാരണം എല്ലാ ചാപ്റ്റേഴ്സും നിങ്ങൾക്ക് നെക്സ്റ്റ് ഇയറിലെ ടോപ്പിക് വൈസ് ആയിട്ട് ക്ലാസ്സുകൾ അവിടെ ഉണ്ട്. അതുകൂടാതെ എക്സ്ട്രാ ക്വസ്റ്റ്യൻസും കംപ്ലീറ്റ് കാര്യം, ഇത് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ആദ്യം മുതൽ തന്നെ നമ്മുടെ ബാച്ചിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ബാച്ചിലേക്ക് നിങ്ങൾ അഡ്മിഷൻ എടുത്തില്ലെങ്കിൽ ഇപ്പം നമ്മൾ ആ ഓഫർ കുറച്ചും കൂടി കുട്ടികൾക്ക് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഉപയോഗിച്ചിട്ട് വേഗം തന്നെ അഡ്മിഷൻ എടുക്കുക. താഴെ നമ്മുടെ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. ഒരൊറ്റ കാര്യം പറയാനുള്ളൂ, നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ക്ലാസ്സസും ഏറ്റവും ബെസ്റ്റ് കണ്ടന്റും ഏറ്റവും അടിപൊളിയായിട്ട് റിസോഴ്സസ് പ്രോപ്പറായിട്ട് വേണമെങ്കിൽ അത് എക്സാമിനർ തന്നെയാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയാൻ ഒരു മടി എനിക്കില്ല. ഓക്കെ, അപ്പോൾ അതൊക്കെ ഉപയോഗിക്കുക, പിന്നെ എൻജോയ് ചെയ്യാം. ഓക്കെ, പിന്നെ ആകെയുള്ള ഒരു സങ്കടം എനിക്ക് പറയാനുള്ളത്, ഈ വർഷം നമുക്ക് ആദ്യം മുതലേ എനിക്കും അതിന് സാറിന് നിങ്ങൾക്ക് വേണ്ടി ക്ലാസ് എടുത്തു തരാൻ പറ്റിയിട്ടില്ല. നമ്മൾ ഓൾമോസ്റ്റ് എനിക്കൊന്ന് ഓണം എക്സാം കഴിഞ്ഞിട്ടാണ് ക്ലാസ്സുകളിൽ കണ്ടു തുടങ്ങിയത്. ഞങ്ങളുടെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റി, നിങ്ങൾക്ക് അതുകൊണ്ട് യൂസ്ഫുൾ ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നെക്സ്റ്റ് ഇയർ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും, നമ്മൾ ആദ്യം മുതലേ ഉണ്ടാവും, നമ്മുടെ ബാച്ചിലും അതുപോലെ യൂട്യൂബിലും ഒക്കെ ഉണ്ടാവുന്നതായിരിക്കും. ബാച്ചിലായിരിക്കും നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ടുള്ള കംപ്ലീറ്റ് കണ്ടന്റ് കിട്ടുക. അപ്പോൾ ഞങ്ങളുടെയും എക്സാമിനറിന്റെ ഹോൾ ടീമിനെ കംപ്ലീറ്റ് പ്രോപ്പർ കണ്ടന്റ് ആണെങ്കിൽ ബാച്ചിലേക്ക് ജോയിൻ ചെയ്തുകൂടാ. നെക്സ്റ്റ് ഇയർ മുതൽ ഞങ്ങൾ നിങ്ങളെ കംപ്ലീറ്റ് എല്ലാ രീതിയിലും ഫിസിക്സും മാത്സും പഠിപ്പിക്കാൻ വേണ്ടി മാത്രമല്ല, മൊത്തത്തിൽ നിങ്ങളുടെ മാർക്ക് നേടാൻ വേണ്ടി നിങ്ങളുടെ ഫുൾ ജേർണി നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ഫുൾ പവറോടെ നമ്മൾ ആദ്യം മുതൽ സ്റ്റാർട്ട് ചെയ്യും. പക്ഷെ അതിനു മുമ്പ് വെക്കേഷൻ എൻജോയ് ചെയ്യുക, അടുത്ത ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ഒരു കമന്റ്, ഒരു വർഷം മൊത്തം പഠിപ്പിച്ചല്ലേ, ഒരു കമന്റ് നിങ്ങൾ ലീവ് ചെയ്യുക. അപ്പോൾ ടാറ്റ, സീ യു ഇൻ ദ നെക്സ്റ്റ് ചാനൽ. ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ. ബൈ.